ക്ലാസ്സുകളിലൊക്കെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് IPO കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നമുക്കിപ്പോ നിലവിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല ലിസ്റ്റിംഗ് തരാൻ ചാൻസ് ഉള്ള 2-3 IPO നോക്കാം. എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നമ്മുടെ IPO സെക്ഷൻ നമ്മൾ എടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് IPO കാണാൻ സാധിക്കും. ഈ IPO നിന്ന് നമുക്ക് ഈ എക്സികോം ടെലി സിസ്റ്റം എന്നൊരു IPO ഉണ്ടോ? ഈ എക്സികോം ടെലി സിസ്റ്റവും അതുപോലെ തന്നെ പ്ലാറ്റിനം ഇൻഡസ്ട്രീസ്, PURV, ഫ്ലെക്സി പാക്ക്, ഈ IPO നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിൽ നമുക്ക് ഈ കാണിക്കുന്ന എമൗണ്ട് 14,200 നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ടിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സികോം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കമ്പനിയുടെ IPO ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അത് ലിസ്റ്റിംഗ് ഡേയിൽ നമുക്ക് അത്യാവശ്യം റിട്ടേൺ തരാൻ ചാൻസ് ഉള്ള ഒരു IPO ആണ് എക്സികോം ടെലി സിസ്റ്റംസ്. നിങ്ങൾ ഈ ഒരു IPO ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ട എമൗണ്ട് എത്ര വരുന്നത്? 14,200 ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ആവശ്യം വരുന്നുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ മാർച്ച് 1-ന്, അതായത് നാളെ അറിയാൻ സാധിക്കും ഈ IPO നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്ന്. നാളെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ 2-ാം തീയതി നമ്മുടെ ഫണ്ട് ബാങ്കിലേക്ക് തിരിച്ചു കയറുന്നതായിരിക്കും. അതായത് നമ്മുടെ ബ്ലോക്ക് ആയ ഫണ്ട് അൺബ്ലോക്ക് ആവുന്നതായിരിക്കും. നമുക്ക് ഇനി IPO ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് IPO കിട്ടിയാൽ 5-ാം തീയതി ഈ IPO മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. നമുക്ക് അന്ന് പ്രോഫിറ്റിലാണെങ്കിൽ നമുക്ക് അന്ന് സെല്ലായി ചെയ്യാവുന്നതാണ്. നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. ഇനി അതല്ല, നമുക്ക് പ്രോഫിറ്റിൽ സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാം. ഈ ദിവസം 5-ാം തീയതി നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. അതായത് ലിസ്റ്റിംഗ് ഗെയിൻ തരാൻ ചാൻസ് ഉള്ള IPO ആണ് എക്സികോം ടെലി സിസ്റ്റം. നിങ്ങളുടെ ആർക്കെങ്കിലും ഈ IPO ആപ്ലിക്കേഷൻ കൊടുക്കാൻ താല്പര്യം നിങ്ങൾക്ക് ഇന്ന് കൊടുക്കാം. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഓഫർ ഡേറ്റ് ഇന്ന് അവസാനിക്കും. 29 ഫെബ്രുവരി 2024. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ബിഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ കമ്പനി നോക്കി വെക്കുക, എക്സികോം ടെലി സിസ്റ്റംസ്. ഇതിന്റെ IPO ആപ്ലിക്കേഷൻ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 IPO ആപ്ലിക്കേഷൻ കൊടുക്കാൻ താല്പര്യം, ഒന്നിൽ കൂടുതൽ IPO കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന പ്ലാറ്റിനം ഇൻഡസ്ട്രീസിന്റെ ആപ്ലിക്കേഷൻ കൂടി കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾ ഒരൊറ്റ IPO മാത്രമേ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഒറ്റ IPO കൊടുക്കാൻ മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സികോം മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പാടുള്ളൂ. 2 എണ്ണം കൊടുക്കാൻ ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പനി കൂടി ചൂസ് ചെയ്യാവുന്നതാണ്. 14,877 ആണ് ഒരു ലോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി വരുന്ന എമൗണ്ട്. ഓക്കെ, ഇനി അതിന് പുറമെ SME കാറ്റഗറികളിൽ നമുക്ക് IPO ആപ്ലിക്കേഷൻ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, SME കൊടുക്കണം, നമുക്ക് എത്ര ക്യാപിറ്റൽ വേണം? 1,13,600 വേണം. ഇത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു IPOയുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന PURV ഫ്ലെക്സി പാക്ക് എന്ന കമ്പനിയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. 1,13,000 വേണം ഈ ഒരു IPOയുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, 1,13 ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. SME കാറ്റഗറിയിലെ IPO അത്യാവശ്യം നല്ല ഡിമാൻഡ് വന്നിട്ടുണ്ട്. 142.89 ടൈംസ് ഇതിന് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കില്ല ഈ IPO ഒന്നും. പക്ഷെ കൊടുത്താൽ നമുക്ക് കിട്ടിയാൽ ഇത് പ്രോഫിറ്റിലാണ് ലിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഇനി കിട്ടിയിട്ടില്ലെങ്കിലോ നമ്മുടെ ഫണ്ട് റീഫണ്ട് ആവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് IPOകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കമ്പനി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. 2 IPO കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 സെലക്ട് ചെയ്യാം. ഇനി SME കാറ്റഗറിയിൽ IPO ആപ്ലിക്കേഷൻ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ 1,13,600 നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ IPO ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ IPOകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹലോ, ബ്രോ പറഞ്ഞു. ഇത് റിക്വസ്റ്റ് കൊടുത്തിട്ട് വരുന്നില്ലല്ലോ ഗൂഗിൾ പേയില്. എന്നാ റിക്വസ്റ്റ് IPO ഇന്നലെ എത്ര മണിക്ക് ഇതുവരെ ഇന്നലെ വൈകുന്നേരമാണ് കൊടുത്തത്. ഓക്കെ, അത് ഇന്ന് 5 മണിക്ക് മുമ്പായിട്ട് വന്നോളൂ. ലേറ്റ് ആവും വരാൻ? ഇല്ല, 5 മണിക്ക് മുമ്പായിട്ട് റിക്വസ്റ്റ് വരുന്നത്. ഏത് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ കൊടുത്തേ? ഗൂഗിൾ പേ കൊടുത്തേ. ടെക്സ്റ്റ് മെസ്സേജ് വല്ലതും വന്നിരുന്നോ? ഹലോ, ടെക്സ്റ്റ് മെസ്സേജ് വല്ലതും വന്നിരുന്നോ? ഒന്നും വന്നില്ല. ഓക്കെ, അപ്പൊ അത് വന്നോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. അപ്പൊ നമ്മള് അവസാനത്തെ ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചത്? സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. സപ്പോർട്ടും റെസിസ്റ്റൻസും നിങ്ങളോട് വരയ്ക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അത് വരച്ചുകൊണ്ട് നിങ്ങളോട് ജസ്റ്റ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. കുറച്ച് ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ നോക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ തന്നെ സ്റ്റോക്കുകളിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചുകൊണ്ട് എനിക്ക് അയച്ചു തരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സപ്പോർട്ടും റെസിസ്റ്റൻസ് വരച്ചുകൊണ്ട് സ്റ്റോക്കുകളിൽ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഇങ്ങനെയുള്ള പ്രൈസ് ആക്ഷൻ ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് ചാർട്ടുകളും നോക്കട്ടെ.
ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് ഏഷ്യൻ പെയിന്റ്സിന്റെ ചാർട്ട് തന്നെ എടുക്കാം. ഏഷ്യൻ പെയിന്റ്സിന്റെ ചാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൽ എവിടെ എങ്ങനെയാണ് എൻട്രി അടിക്കേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് 28ന്റെ ഡേറ്റ് നോക്കണ്ടത്. ഞാൻ ഈ ചാർട്ട് കഴിഞ്ഞ ദിവസം വരച്ചു വെച്ചതായിരുന്നു. 26ന്റെ 27ന്റെയും 5 മിനിറ്റ് ക്യാൻഡിൽസ് ആണ്, 5 മിനിറ്റ് ചാർട്ടാണ് ഈ കാണിക്കുന്നത് ഏഷ്യൻ പെയിന്റ്സിന്റെ. അപ്പൊ ഈ കാണിക്കുന്ന ലെവലാണ് എന്ത്, റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ആണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ലൈന്. ഈ താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ്, സപ്പോർട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ട്രേഡ് എടുക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ വരച്ചു. അപ്പൊ ഏഷ്യൻ പെയിന്റ്സിന് ഞാനിവിടെ റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഞാനൊരു സപ്പോർട്ടും വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഞാൻ മീൻ ചെയ്യുന്നത് എന്താണ്, സപ്പോർട്ട് ഒന്നെങ്കിൽ സപ്പോർട്ട് ലെവലിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് തിരിച്ചു കയറാം, സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവാം. ഇനി അതല്ല സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോവാം എന്നുമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു എക്സ്പെക്ടേഷൻ കൊണ്ട് മാത്രമല്ല ട്രേഡുകൾ എടുക്കേണ്ടത്, നമ്മൾ ഇതിന് പുറമെ നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ഇൻഡിക്കേറ്റേഴ്സിൽ നിന്ന് പിവറ്റ് പോയിന്റ് ആഡ് ചെയ്യുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് പിവറ്റ് പോയിന്റിന്റെ കാര്യം മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നോ? അവസാനത്തെ ക്ലാസ്സിൽ പിവറ്റ് പോയിന്റ് എന്താന്ന് പറഞ്ഞു, പിവറ്റ് പോയിന്റിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നോ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തരാം. സപ്പോർട്ടും റെസിസ്റ്റൻസും ഓക്കെ, അത് കണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതിന് പുറമെ ഞാനൊരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാൻ പോകണം. അതായത് ഇതിപ്പോ ഞാൻ സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിൽ നിന്ന് പിവറ്റ് പോയിന്റ്സ് എന്നുള്ളൊരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം, പിവറ്റ് പോയിന്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഇൻഡിക്കേറ്ററിൽ ക്ലിക്ക് ചെയ്ത ഇൻഡിക്കേറ്റർ ഇവിടെ ആഡ് ആയി. ഇവിടെ നിങ്ങൾക്ക് കുറെ R1, R2, R3 കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ S1, S2, S3 കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ പിവറ്റ് പോയിന്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസിന് പുറമെ ഈ ഒരു ഇൻഡിക്കേറ്റർ പ്രകാരം നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി സപ്പോർട്ടും റെസിസ്റ്റൻസും കാണാൻ സാധിക്കും. സപ്പോർട്ടും റെസിസ്റ്റൻസും ഇവിടെ ഓട്ടോമാറ്റിക്കലി കൊടുത്തിട്ടുണ്ട്. ഈ കാണിക്കുന്ന S5, S4 ഒക്കെ ഓരോ സപ്പോർട്ടുകളാണ്. ഈ കാണിക്കുന്ന R1കളൊക്കെ റെസിസ്റ്റൻസും ആണ്. ഈ R കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, റെസിസ്റ്റൻസ്. S കൊണ്ട് ഉദ്ദേശിക്കുന്നത് സപ്പോർട്ട്. ഇത് ഞാൻ ഒരു ഇൻഡിക്കേറ്റർ ആണ്, പിവറ്റ് പോയിന്റ് ആണ് എന്ന ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഇൻഡിക്കേറ്റർ പ്രകാരം നമുക്ക് ഇവിടെ സപ്പോർട്ടും റെസിസ്റ്റൻസും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ വരച്ചിട്ടുള്ള സപ്പോർട്ട് എവിടെയാണ്, ഈ കാണിക്കുന്ന ഗ്രീൻ ലൈനാണ് ഞാൻ വരച്ചിട്ടുള്ള സപ്പോർട്ട്. ഓക്കെ, അതിന് പുറമെ ഞാൻ വരച്ചിട്ടുള്ള റെസിസ്റ്റൻസ് ഏതാണ്, ഈ ഒരു ഗ്രീൻ ലൈനാണ് എന്റെ റെസിസ്റ്റൻസ്. പിവറ്റ് പോയിന്റ് പ്രകാരം നിങ്ങൾ നോക്കൂ, പിവറ്റ് പോയിന്റിൽ ഇവിടെ S1 സപ്പോർട്ട് 1 ഈ ഒരു ലെവൽ തന്നെ വരുന്നുണ്ട്. അതായത് ഞാൻ വരച്ചിട്ടുള്ള സപ്പോർട്ടിന്റെ ആ ഒരു സെയിം റേഞ്ചിൽ തന്നെ ഇവിടെ പിവറ്റ് പോയിന്റ് പ്രകാരം ഇവിടെ സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. ഈ ഇൻഡിക്കേറ്റർ പ്രകാരം ഇവിടെ ഒരു സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്റർ പ്രകാരം ഞാൻ വരച്ചിട്ടുള്ള ആ സെയിം ലെവലിൽ തന്നെ ഒരു റെസിസ്റ്റൻസും കാണിക്കുന്നുണ്ട്. ഓക്കെ, റെസിസ്റ്റൻസും കാണുന്നുണ്ട്, സപ്പോർട്ടും കാണുന്നുണ്ട്. ഈ പിവറ്റ് പോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഈ ഒരു ഇൻഡിക്കേറ്റർ പ്രകാരം കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതായത് ഞാനിവിടെ സപ്പോർട്ട് വരച്ചിട്ടുണ്ട്, ഞാനിവിടെ റെസിസ്റ്റൻസും വരച്ചിട്ടുണ്ട്. പിവറ്റ് പോയിന്റ് നോക്കിയപ്പോൾ എന്റെ സപ്പോർട്ട് ലെവലിൽ ഒരു സപ്പോർട്ടും കാണുന്നുണ്ട്, എന്റെ റെസിസ്റ്റൻസ് ലെവലിൽ ഒരു റെസിസ്റ്റൻസും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് പരിഗണിക്കാം. അതായത് സ്റ്റോക്കിന്റെ പ്രൈസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നുണ്ട് നമുക്ക് രണ്ട് രീതിയിലൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പരിഗണിക്കാം. അതായത് നമുക്ക് രണ്ട് രീതിയിലൂടെ അസ്യൂം ചെയ്യാൻ സാധിക്കും. അതായത് ഒന്ന് ഞാൻ വരച്ചിട്ടുള്ള സപ്പോർട്ട്, ഓക്കെ, അതിന് പുറമെ പിവറ്റ് പോയിന്റ് പ്രകാരമുള്ള സപ്പോർട്ട്. ഈ രണ്ട് ലെവലും സെയിം, ഈ രണ്ട് സപ്പോർട്ടും സെയിം ലെവലിലാണ് വരുന്നത്. സ്റ്റോക്കിന്റെ പ്രൈസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, താഴേക്ക് വരും. അപ്പൊ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് പരിഗണിക്കാൻ പറ്റും. ഒന്ന് ഞാൻ വരച്ചിട്ടുള്ള സപ്പോർട്ട്, നമ്മളുടെ സ്റ്റഡി പ്രകാരമുള്ള സപ്പോർട്ടും പിവറ്റ് പോയിന്റ് നോക്കുമ്പോൾ ആ ഒരു പോയിന്റ് പ്രകാരമുള്ള സപ്പോർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോകും എന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ താഴേക്ക് പോകും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടെ ഷോർട്ട് സെല് ചെയ്യാൻ സാധിക്കും. ഷോർട്ട് സെല് ചെയ്യാൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. നമ്മളിവിടെ ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട് സെല് ചെയ്തിരുന്നെങ്കിൽ, നമ്മൾ ഈ ഒരു ലെവലിൽ ഷോർട്ട് സെല് ചെയ്താൽ അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് ഈ ലെവലിൽ സെല്ല് ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു, താഴെ നിന്ന് ബൈ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ രണ്ട് ഫാക്ടേഴ്സ് ആണ് പരിഗണിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മളിവിടെ നമ്മുടെ സ്റ്റഡി പ്രകാരമുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും സപ്പോർട്ട് പരിഗണിക്കുന്നുണ്ട്. അതിന് പുറമെ പിവറ്റ് പോയിന്റ് നോക്കിയപ്പോൾ അവിടെ സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ട്രേഡുകൾ എടുക്കാൻ സാധിക്കും. അപ്പൊ ഇതിന് പുറമെ, അതായത് ഇപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, പിവറ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നും ആലോചിക്കണ്ട,
നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ പ്രകാരം അവിടെ ഓട്ടോമാറ്റിക്കലി സപ്പോർട്ടും റെസിസ്റ്റൻസും കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതിന് പുറമെ നമ്മൾ വരയ്ക്കുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും, ഇതിനും പുറമെ നമ്മൾ വേറൊരു ഇൻഡിക്കേറ്ററും കൂടി യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കലും പിവറ്റ് പോയിന്റ് മാത്രം നോക്കിയാണ്, അതായത് ഓട്ടോമാറ്റിക്കലി സപ്പോർട്ടും റെസിസ്റ്റൻസും ഈ ഒരു ഇൻഡിക്കേറ്റർ പ്രകാരം കാണിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ആ ഇൻഡിക്കേറ്റർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ട്രേഡുകൾ എടുക്കരുത്. ഓക്കെ, ശ്രദ്ധിക്കണം, ഒരിക്കലും ഇൻഡിക്കേറ്റർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ട്രേഡുകൾ എടുക്കരുത്. അപ്പൊ ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് ഓക്കെ വന്നിട്ടുണ്ട്. ഇതിന് പുറമെ നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ കൂടി പരിഗണിക്കാം, അതായത് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ. ഇത് നമുക്ക് ആ ഇൻഡിക്കേറ്റർ എന്താ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട്, അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് വേറെ ചാർട്ട് എടുക്കാം. അതായത് ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം ഓപ്പണിംഗ് ക്യാൻഡിലിനെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി നോക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് പിറകിലേക്ക് പോവാം. നമുക്ക് HCL ടെക്കിന്റെ ചാർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. HCL ടെക്കിന്റെ ഓപ്പണിംഗ് ക്യാൻഡിൽ, അതായത് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്നാണ് ഈ സ്ട്രാറ്റജി, സോറി, ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ പറയുന്ന പേര്. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് ക്യാൻഡിൽ കാണിക്കുന്ന, അതായത് 21 ഫെബ്രുവരിയിൽ HCL ടെക്കിന്റെ 22 ഫെബ്രുവരിയിൽ HCL ടെക്കിന്റെ ഓപ്പണിംഗ് ക്യാൻഡിലാണ് ഈ കാണിക്കുന്നത്. 5 മിനിറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം. ആ ക്യാൻഡിലിന്റെ ലോ ആണ് ഈ കാണിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ലോ ആണ്, ആ ലോയിലാണ് ഞാൻ ഈ ലൈൻ വരച്ചിട്ടുള്ളത്. ഞാൻ ഈ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ടുള്ളത് എവിടെയാണ്? 21 ഫെബ്രുവരിയിൽ HCL ടെക്കിന്റെ ഓപ്പണിംഗ് ക്യാൻഡിലെ ലോയിലാണ് ഞാൻ ലൈൻ വരച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈയിലും നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കാം. ഓക്കെ, അപ്പൊ ഈ 21 ഫെബ്രുവരിയിലെ HCL ടെക്കിന്റെ ഓപ്പണിംഗ് ക്യാൻഡിലെ ലോയും ഹൈയും നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ എന്ത് വരച്ചിട്ടുണ്ട്? നമ്മൾ അവിടെ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ പ്രകാരം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് ക്യാൻഡിൽ, ആ ഓപ്പണിംഗ് ക്യാൻഡിന്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോവാമെന്നും, അതുപോലെ തന്നെ ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോവാം എന്നുമാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ കൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഇൻഡിക്കേറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നതാണ്, ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? സ്റ്റോക്കിന്റെ പ്രൈസ് ഓപ്പണിംഗ് ക്യാൻഡിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് പോവാമെന്നും ലോ ബ്രേക്ക് ചെയ്താൽ താഴേക്ക് പോവാം എന്നുമാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ എവിടെയാണ്? ഇവിടെ. ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ലോ വരെ സ്റ്റോക്കിന്റെ പ്രൈസ് പിന്നീട് വന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും, ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിന്റെ പ്രൈസ് ഹൈ ബ്രേക്ക് ചെയ്ത് വന്നപ്പോ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ഓപ്പണിംഗ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്തിട്ട് അതിനുശേഷം ഏകദേശം ഒരു 10 പോയിന്റോളം മുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് ക്യാൻഡിന്റെ ഹൈ ബ്രേക്ക് ചെയ്തതിനു ശേഷം സ്റ്റോക്കിന്റെ പ്രൈസ് അന്നത്തെ ദിവസം എങ്ങോട്ടാ പോയിട്ടുള്ളത്? മുകളിലേക്കാണ് പോയിട്ടുള്ളത്. ഇവിടെയാണ് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നോക്കുക, ഇവിടെയാണ് സ്റ്റോക്കിന്റെ പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റേഞ്ചിലാണ്. ഓക്കെ, അപ്പൊ ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തു, സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയി. നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് നോക്കാം. ഇവിടെ ഓപ്പണിംഗ് ക്യാൻഡിൽ ഈ കാണിക്കുന്നതാണ് ഓപ്പണിംഗ് ക്യാൻഡിൽ. ഓക്കെ, ഓപ്പണിംഗ് 9:15 ക്യാൻഡിലാണ് ഓപ്പണിംഗ് ക്യാൻഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 മിനിറ്റിന്റെ ക്യാൻഡിലാണ് ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ. ഇത് ഹൈ ആണ്, ഇത് ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ ആണ്. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ ദിവസം എന്താ സംഭവിച്ചിട്ടുള്ളത്? ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്തു, സ്റ്റോക്കിന്റെ പ്രൈസ് ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്തു, താഴേക്ക് വന്നു, കുറച്ച് മുകളിലേക്ക് തിരിച്ചു കയറി, വീണ്ടും താഴേക്ക് വന്നു. അതായത് ഓപ്പണിംഗ് ക്യാൻഡിന്റെ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ അന്നത്തെ ദിവസം സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്കാണ് പോയിട്ടുള്ളത്. ഇവിടെ എന്തായിരുന്നു? ഓപ്പണിംഗ് ക്യാൻഡിന്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഓപ്പണിംഗ് ക്യാൻഡിന്റെ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അപ്പൊ ഈ 2 ദിവസങ്ങളിലും ഈ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് പ്രകാരം സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നതിൽ പ്രോഫിറ്റ് ആയിരിക്കും. ഈ ഇൻഡിക്കേറ്റർ മാത്രം യൂസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുക്കരുത്. ഈ ഇൻഡിക്കേറ്റർ എന്തിനാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ഡേയിലെ ഓപ്പണിംഗ് ക്യാൻഡിലാണ് ഈ കാണിക്കുന്നത്. ഇതാണ് ഓപ്പണിംഗ് ക്യാൻഡിൽ. ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ ഇവിടെ വരുന്നത്. ഇതാണ് ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ. ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ എവിടെ വരുന്നത്? ഇവിടെയാണ് ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ ഇവിടെ, ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ എന്താണ്? ഇവിടെ. അപ്പൊ ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ ആണ് ആ ദിവസം ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് അത്യാവശ്യം താഴേക്ക് വന്നിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഏകദേശം ഒരു 15 പോയിന്റിന്റെ അടുത്ത് നമുക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് അടിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ 3 ദിവസം അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളത്. 4ാമത്തെ ദിവസം നോക്കിയാൽ ഇവിടെയും ഓപ്പണിംഗ് ക്യാൻഡിന്റെ ഹൈ ഇതാണ്, ലോ ഇതാണ്. ലോ ബ്രേക്ക് ചെയ്തു, സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ മനസ്സിലായല്ലോ. ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ഇവിടെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. ഓപ്പണിംഗ് ക്യാൻഡിൽ ഇന്നത്തെ ദിവസം ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്കാണ് പോയിട്ടുള്ളത്. സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നിട്ടില്ല. ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടില്ല. അപ്പൊ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു സ്ട്രാറ്റജി എന്താ മനസ്സിലായോ? ഓപ്പണിംഗ് റേഞ്ച് പറയുമ്പോൾ ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോവാമെന്നും ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോവാമെന്നുമാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക. അതായത് നമുക്ക് അങ്ങനെ ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം നമ്മൾ അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുക. ഇന്നത്തെ ദിവസം നോക്കിക്കോളൂ, ഇതാണ് ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ഹൈ, ഇതാണ് ഓപ്പണിംഗ് ക്യാൻഡിൽ ലോ. ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തു, 48 ബ്രേക്ക് ചെയ്തു, 52 വരെ പോയി, 52 വരെ മുകളിലേക്ക് പോയി, 53 വരെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അതായത് 6 പോയിന്റ് മുകളിലേക്ക് പോയി, പിന്നീട് താഴേക്ക് വന്നു, വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ എൻട്രി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. 47 നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 57 ആണ് ഇപ്പൊ സ്റ്റോക്കിന്റെ പ്രൈസ്, ഇപ്പോഴും പ്രോഫിറ്റ് ആണ്. ഈ ഒരു സ്ട്രാറ്റജി എന്ത് മനസ്സിലായോ? ഈ ഇൻഡിക്കേറ്റർ എന്താണെന്ന് മനസ്സിലായോ? ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട്. ഈ പറഞ്ഞിരിക്കുന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഈ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് ഓപ്പണിംഗ് ക്യാൻഡിലാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതായത് ആ ദിവസത്തെ സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് ക്യാൻഡിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്കിന്റെ പ്രൈസ് ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് പോവാമെന്നും സ്റ്റോക്കിന്റെ പ്രൈസ് ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വരാം എന്നുമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇൻഡിക്കേറ്റർ ഒന്നുകൂടി സെറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ കാണിച്ചു തരാം. എങ്ങനെ ഇൻഡിക്കേറ്റർ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് കൂടി കാണിച്ചു തരാം. ഏത് ഇൻഡിക്കേറ്റർ ആണ്? പിവട്ട് ഈ ആണോ? ഓപ്പണിംഗ് അല്ലല്ല, ഇത് ഇപ്പൊ ലാസ്റ്റ് ഓപ്പണിംഗ്. ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈയും ലോയും മനസ്സിലായില്ലേ? ഏതാന്ന് അറിയില്ലേ? ഓക്കെ, ആ ഡേറ്റിൽ നേരെ നോക്കിയാ പോരാ. ഈ ലൈനാണ് ഓപ്പണിംഗ് ക്യാൻഡിൽ ഹൈ, ഈ ലൈനാണ് ഓപ്പണിംഗ് ക്യാൻഡിൽ ലോ. അപ്പൊ ഇവിടെ എന്താ ഓക്കെ സംഭവിച്ചിട്ടുള്ളത്? നമുക്ക് ദിവസം ഓപ്പണിംഗ് ക്യാൻഡിൽ ഹൈ, ഈ ലൈൻ കണ്ടോ? ഈ ബ്ലൂ ലൈൻ കണ്ടോ? ഓക്കെ ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ മുകളിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോവാം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് ഈ ഓപ്പണിംഗ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തിട്ട് താഴേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? അന്നത്തെ ദിവസം സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോവാം എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിലിപ്പോ മേലേക്ക് പോയിട്ട് പിന്നെ താഴോട്ട് വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്, അതാണ്. അപ്പൊ ഈ ഇൻഡിക്കേറ്റർ മാത്രം യൂസ് ചെയ്തുള്ള ട്രേഡ് ഉണ്ട്. ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ എന്താ മനസ്സിലായോ? ഇതില് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, ഈ ഇൻഡിക്കേറ്റർ മാത്രം യൂസ് ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. അല്ല, അങ്ങനല്ല, ഇൻഡിക്കേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ സെറ്റ് ചെയ്ത പോലെ നമ്മൾ ഓപ്പണിംഗ് ക്യാൻഡിൽ എടുത്ത് നോക്കിയാൽ മതി. ഓപ്പണിംഗ് ക്യാൻഡിൽ ലോ ആണോ ഹൈ ആണോ ബ്രേക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ഏഷ്യൻ പെയിന്റ്സിന്റെ ഇതിലേക്ക് വരാം, ഷെയറിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അതിന് പുറമെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പിവട്ട് പോയിന്റ് ആഡ് ചെയ്തപ്പോ പിവട്ട് പോയിന്റ് പ്രകാരം സപ്പോർട്ടും റെസിസ്റ്റൻസും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് പുറമെ അപ്പൊ രണ്ട് ഫാക്ടേഴ്സ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇതിന് പുറമെ ഓപ്പണിംഗ് ക്യാൻഡില്, അതായത് 28-ാം തീയതിയിലെ ഏഷ്യൻ പെയിന്റ്സിന്റെ ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ S2 സപ്പോർട്ട് 2-ലാണ് ഓപ്പണിംഗ് ക്യാൻഡിൽ ലോ വരുന്നത്. അതായത് ഓപ്പണിംഗ് ക്യാൻഡിൽ ഹൈ ഇതും ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ ഇതും. ഇവിടെ നമ്മുടെ ORB ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി പ്രകാരം സ്റ്റോക്കിന്റെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക്, അതായത് സ്റ്റോക്കിന്റെ പ്രൈസ് ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് പ്രകാരം എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോവാം, നമുക്കിവിടെ ഷോർട്ട് സെല് ചെയ്യാം എന്നാണല്ലോ മീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ മൂന്നാമത്തെ ഒരു ഫാക്ടറായി, അതായത് നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസും പ്രകാരം നമുക്കിവിടെ നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പിവട്ട് പോയിന്റ് പ്രകാരം ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ആയിട്ടുണ്ട്. അതിന് പുറമെ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് പ്രകാരം ആ സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പൊ 3 ഫാക്ടേഴ്സ് നമുക്ക് ഇവിടെ അനുകൂലമായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോവാം എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ 3 ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പിവട്ട് പോയിന്റ് പ്രകാരമുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ലോയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് പ്രകാരം സ്റ്റോക്കിന്റെ പ്രൈസ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 ഫാക്ടേഴ്സ് പരിഗണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്റ്റോക്കിൻ പ്രൈസ് താഴേക്ക് പോകുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് പുറമെ വേണമെങ്കിൽ നമുക്കിവിടെ പിവട്ട് പോയിന്റ് പ്രകാരം സപ്പോർട്ട് S2 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് പരിഗണിക്കുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസിൽ സ്റ്റോക്ക് മാക്സിമം സെല്ലിംഗ് പ്രഷർ വന്നുകൊണ്ട് സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോവാം, അല്ലെങ്കിൽ ഇതേപോലെ ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട് ആളുകൾ സ്റ്റോക്ക് ഷോർട്ട് സെല് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് സെല്ല് ചെയ്യാമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോയി നമ്മൾ അവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ
നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അത് നമ്മൾ അവിടെ ഷോർട്ട് സെൽ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് താഴെ നിന്ന് ബൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിനു ശേഷം അത്യാവശ്യം നോക്കി കാണാൻ സാധിക്കും. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഏകദേശം 50 പോയിന്റിന്റെ അടുത്ത് സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. 50 പോയിന്റിന്റെ മുകളിൽ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 1.8% സ്റ്റോക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സ്ട്രാറ്റജികൾ നോക്കുമ്പോൾ ഒന്ന് ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പിവറ്റ് പോയിന്റ് പ്രകാരമുള്ള സപ്പോർട്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് പരിഗണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോകും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഷോർട്ട് സെല് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഷോർട്ട് സെല് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. പറഞ്ഞത് ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിച്ചാൽ മതി. അല്ലെങ്കിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ. എന്താ പറയണ്ടേ പറഞ്ഞു. ഇതിൽ ഏതിനാ സംശയം ഉള്ളത്? പിവറ്റ് പോയിന്റ് ആണോ അതോ സപ്പോർട്ട് റെസിസ്റ്റൻസും ആണോ? ഓഡിയായിട്ട് പറ, വോയിസ് ആയിട്ട് പറയും. ഏതാ സംശയം ഉള്ളത് പറഞ്ഞു. അത് വേറൊരു ക്യാൻഡിലും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിലും കൂടെ എങ്ങനെ? വേറൊരു ഇതിലും കൂടെ കാണിച്ചു തരാം. കാണിച്ചു തരാം. അല്ല, ഓക്കെ. ഇതിപ്പോ ഈ ഒരു ഫാക്ടർ ഈ ഓക്കെ ഓക്കെ. ഇത് കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഓക്കെ. HCL ടെക്കിന്റെ ഇത് ഞാൻ എടുത്ത് കാണിച്ചു തന്നല്ലോ. HCL ടെക്കിന്റെ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് പ്രകാരം കഴിഞ്ഞ ദിവസം, അതായത് 28-ാം തീയതി ഓപ്പണിംഗ് റേഞ്ച് നോക്കിയിരുന്നെങ്കിൽ നമുക്കിവിടെ ഇതാണ് അതിന്റെ ഹൈ വരുന്നത്, ഇതാണ് അതിന്റെ ലോ വരുന്നത്. അപ്പൊ ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോക്കിന്റെ പ്രൈസ്. ഇതാണ് ലോ വരുന്നത്. അപ്പൊ ഈ ലോ ബ്രേക്ക് ചെയ്തപ്പോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ലോക്ക് പുറമെ ഹലോ, പറഞ്ഞു സൗണ്ട് പറഞ്ഞു. ഇല്ലല്ലോ, ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് ഓക്കെ. ഞാൻ ജസ്റ്റ് നോക്കണം, ചാർട്ട് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് HCL ടെക്കിന്റെ 23-ാം തീയതിയിലെ 26-ാം തീയതിയിലെ ചാർട്ടാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, HCL ടെക്കിന്റെ 26-ാം തീയതി ചാർട്ടാണ് ഈ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് പരിഗണിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് പരിഗണിക്കാം. ഓക്കെ, ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് പരിഗണിക്കാം നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് പരിഗണിക്കാം. അതിന് പുറമെ നമുക്കിവിടെ ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് പ്രകാരം ഇതാണ് HCL ടെക്കിന്റെ ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ഹൈ എവിടെയാണ്? ഇവിടെ വരുന്നത്. ഓപ്പണിംഗ് ക്യാൻഡിൽ ലോ എവിടെ വരുന്നത്? ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോക്കിന്റെ പ്രൈസ്. ഇവിടെ എത്തിയപ്പോൾ ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കും. അതായത് ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ഇതാണ് ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ലോ. ഓക്കെ, ഇതാണ് ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ
ഹൈ വരുന്നത് ഇതാണ്. ഇതാണ് ഓപ്പണിംഗ് ക്യാൻഡിൽ ഹൈ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓപ്പണിംഗ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ നമ്മുടെ സപ്പോർട്ട് തൊട്ട് താഴെ കാണിക്കുന്നുണ്ട്. നമ്മുടെ സപ്പോർട്ടാണ് ഈ കാണിക്കുന്ന ലൈന്. നമ്മുടെ സപ്പോർട്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ പിവറ്റ് പോയിന്റ് പ്രകാരമുള്ള S1, ഈ S1 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 ഫാക്ടേഴ്സ് ഇവിടെ സ്റ്റോക്കിന്റെ പ്രൈസ് ഈ ഒരു ക്യാൻഡില് 26 ഫെബ്രുവരി 10-15 ക്യാൻഡില് ഇവിടെ 3 ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ സപ്പോർട്ടും പിവറ്റ് പോയിന്റ് പ്രകാരമുള്ള സപ്പോർട്ടും ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് പ്രകാരമുള്ള സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് ക്യാൻഡിന്റെ ലോയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഷോർട്ട് സെൽ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഷോർട്ട് സെൽ ചെയ്തിരുന്നെങ്കിൽ, അതായത് നമുക്കിവിടെ 3 ഫാക്ടേഴ്സ് നമുക്ക് പരിഗണിക്കാം. ഇവിടെ ഷോർട്ട് സെൽ ചെയ്തിരുന്നെങ്കിൽ ഏകദേശം ഒരു 11-12 പോയിന്റോളം സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ഷോർട്ട് സെൽ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ബ്രോ മനസ്സിലായോ? ഓക്കെ ഓക്കെ. എന്തെങ്കിലും സംശയം ചോദിച്ചോ? ഈ പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പറഞ്ഞോളൂ, പറഞ്ഞുതരാം. അതായത് ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ ആണ് ഈ കാണിക്കുന്നത്, ഓപ്പണിംഗ് ക്യാൻഡിലെ ഹൈ ആണ് ഈ കാണിക്കുന്നത്. അപ്പൊ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് പ്രകാരം എന്താ സംഭവിച്ചിട്ടുള്ളത്? സ്റ്റോക്കിന്റെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ സ്ട്രാറ്റജി പ്രകാരം സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോവാം എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുമ്പോൾ പിവറ്റ് പോയിന്റ് പ്രകാരമുള്ള സപ്പോർട്ട്, ഈ സപ്പോർട്ട് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, ഈ സപ്പോർട്ടും സ്റ്റോക്കിന്റെ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഫാക്ടർ അവിടെ ഓക്കെ ആയിട്ടുണ്ട്. അതിന് പുറമെ മൂന്നാമത്തെ ഫാക്ടർ നമ്മുടെ സപ്പോർട്ടാണ് ഈ കാണിക്കുന്ന ഈ ലൈന്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ലെവലും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ 3 ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ സാധിക്കുമായിരുന്നു. നമ്മൾ ഇവിടെ സ്റ്റോക്കിന്റെ പ്രൈസ് ഈ ലെവലിൽ നിന്ന് സ്റ്റോക്ക് ഷോർട്ട് സെല്ല് ചെയ്തിരുന്നെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോയതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ സെല്ല് ചെയ്ത് ഇവിടെ ബൈ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഈ ഇതേപോലെ മൂന്ന് ഇതും കൂടെ നോക്കി കഴിഞ്ഞാല് ഏകദേശം നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ്, അത് നമുക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ പറ്റും. സ്റ്റോക്കിന്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോവാമെന്ന് നമുക്ക് ഒന്നുകൂടി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഈ 3 ഫാക്ടർ മാത്രം യൂസ് ചെയ്തിട്ടല്ല നമ്മൾ ട്രേഡ് എടുക്കുക. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴും ഇനി നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അതെന്താ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്നത് എന്താ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ 3 ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3 സ്റ്റോപ്പ് ലോസ് ഒക്കെ ഉണ്ട്. അതെ അതെ, അതാ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ 3 ഫാക്ടേഴ്സ് പറഞ്ഞു. പക്ഷെ ഈ 3 ഫാക്ടേഴ്സ് നോക്കി നമ്മൾ ട്രേഡ് എടുത്താലും ആ ട്രേഡുകൾ സക്സസ് ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഇത് നോക്കിയിട്ട് ഇങ്ങനെ ട്രേഡ് എടുത്താലും ചിലപ്പോൾ അത് ഫെയിൽ ആവാം. ഇത്രയും ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട് ഒരിക്കലും 100% സക്സസ് ആവണമെന്നില്ല. ഇങ്ങനെ നമ്മൾ എല്ലാ ഫാക്ടേഴ്സ് നോക്കിയാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ റിസ്ക് കുറച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ പ്രോഫിറ്റിൽ പോവാം എന്നുള്ളതിനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ സെറ്റ് ചെയ്യണം. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ സെറ്റ് ചെയ്യണം. നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ട്രേഡുകൾ എടുക്കുമ്പോൾ നമ്മൾ അവിടെ പരിഗണിക്കേണ്ട ഒരു ഫാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവിടെ പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എടുക്കുന്ന ട്രേഡുകളിൽ നമ്മൾ പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് പൊസിഷൻ സൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന നമ്മുടെ ക്യാപിറ്റൽ ഇപ്പൊ 10,000 ആണെങ്കിൽ, അപ്പൊ എന്റെ ക്യാപിറ്റൽ 10,000 ആണെങ്കിൽ ഞാൻ 5 ട്രേഡുകൾ എടുക്കുള്ളൂ. അതായത് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ട്രേഡുകളെ എന്റെ ക്യാപിറ്റൽ കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്റെ ക്യാപിറ്റൽ ഇപ്പൊ 10,000 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 10,000 ഡിവൈഡ് ബൈ 5. അപ്പൊ ഒരു ട്രേഡിൽ എന്റെ മാക്സിമം ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ 2,000 രൂപയായിരിക്കും. അപ്പൊ ആ ഒരു ക്യാപിറ്റൽ പ്രകാരം എനിക്ക് HCL ടെക്കിൽ ഷോർട്ട് സെൽ ചെയ്യണമെങ്കിൽ ഏകദേശം എനിക്ക് HCL ടെക്കിന്റെ 6 ക്വാണ്ടിറ്റി ഷോർട്ട് സെൽ ചെയ്യാൻ സാധിക്കും. 1992, അതായത് എന്റെ ക്യാപിറ്റൽ 2,000 ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ 2,000ന്റെ ഏറ്റവും അടുത്ത് വരുന്ന എമൗണ്ട് തന്നെ 1992. 7 ക്വാണ്ടിറ്റി ആക്കി കഴിഞ്ഞാൽ ഇവിടെ 2,300 സംതിങ് വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 6 ക്വാണ്ടിറ്റിയാണ് HCL ടെക്കിൽ പരിഗണിക്കുക. അതുപോലെ തന്നെ ഏഷ്യൻ പെയിന്റ്സിൽ ഞാൻ ഇൻട്രാഡേ എടുത്തിരുന്നെങ്കിൽ എന്റെ പൊസിഷൻ സൈസിങ് പ്രകാരം എനിക്ക് 4 ഷെയറുകൾ എടുക്കാൻ സാധിക്കും. അതായത് 3 എടുത്തു കഴിഞ്ഞാൽ അത് 1,600 സംതിങ് വരുന്നുള്ളൂ. അപ്പൊ 2,000ന്റെ അടുത്ത് വരുന്ന എമൗണ്ട് പറയുന്നത് 4 ക്വാണ്ടിറ്റി. അപ്പൊ ഏഷ്യൻ പെയിന്റ്സിലാണെങ്കിൽ ഞാൻ 4 ക്വാണ്ടിറ്റി എടുക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ എടുക്കുന്ന ഓരോ ട്രേഡുകളിലും ഞാൻ പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കും. അതായത് നമ്മൾ ഒരു 10 ട്രേഡ് എടുത്താൽ 10 ട്രേഡിലും നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ സെയിം ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സെയിം എന്ന് പറയുമ്പോൾ കറക്റ്റ് ആ എമൗണ്ട് വരില്ല, ആ എമൗണ്ടിനോട് അടുത്ത് വരുന്ന എമൗണ്ടിൽ നമ്മൾ ട്രേഡുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനാണ് പൊസിഷൻ സൈസിങ് എന്ന് പറയാം. ഈ പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്ത് നമ്മൾ ട്രേഡുകൾ എടുത്താൽ, അതായത്
ഞാനിപ്പോ 10 ട്രേഡ് എടുത്തു, എനിക്ക് 40% വിന്നിംഗ് റേറ്റ് ഉള്ളെങ്കിൽ പോലും എന്റെ സ്ട്രാറ്റജി പ്രകാരം എനിക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. ഞാൻ 10 എണ്ണത്തിൽ 6 എണ്ണം ഫെയിൽ ആയി, 4 എണ്ണം പ്രോഫിറ്റ് ആയി. ഈ 4 എണ്ണം കൊണ്ട് എനിക്ക് ഈ 6 ലോസിനെ മറികടക്കാൻ സാധിക്കും. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പൊസിഷൻ സൈസിങ്. അതായത് നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡുകളിലും നമ്മൾ സെയിം ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ അങ്ങനെ പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കുമ്പോൾ ഇതിന് പുറമെ നമ്മൾ ഒരു കാര്യം കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം. അതിന് പറയുന്ന പേരാണ് റിസ്ക് റിവാർഡ് റേഷ്യോ. മിനിമം 1:2 എങ്കിലും റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഇപ്പൊ നമ്മുടെ ക്യാപിറ്റൽ 10,000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ 10,000 നമ്മുടെ ക്യാപിറ്റൽ. നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡ്, നമ്മൾ 10 ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കണക്കുകൾ ശ്രദ്ധിക്കുക. നമ്മുടെ ക്യാപിറ്റൽ 10,000, നമ്മുടെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 10 ട്രേഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഒരു ട്രേഡിൽ എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യാം? നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ 1000 രൂപയെ ഓരോ ട്രേഡുകളിലും യൂസ് ചെയ്യുള്ളൂ. 1000 കറക്റ്റ് 1000 തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ 1000ന്റെ മുകളിൽ പോവാം, 1000 താഴെ വരാം. എന്നാലും ഏകദേശം ഒരു 1000-നോട് വരുന്ന ആ ഒരു ലെവലിൽ, ആ ഒരു എമൗണ്ടിൽ നമ്മൾ ട്രേഡുകൾ എടുക്കും. അപ്പൊ ഞാൻ 10,000 രൂപക്ക് 10 ട്രേഡ് എടുത്തു. ഒരു ട്രേഡിൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എത്രയാണ്? 1000 രൂപ. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ 10,000 രൂപക്ക് ട്രേഡുകൾ എടുത്തു. ഒരു ട്രേഡിൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എത്രയാണ്? 1000 രൂപയാണ് എന്റെ ക്യാപിറ്റൽ. അപ്പൊ ഞാൻ എടുത്ത ട്രേഡുകളിൽ 6 ട്രേഡുകളിൽ ഞാൻ ലോസിൽ എക്സിറ്റ് അടിച്ചു. 6 എണ്ണം ഞാൻ ലോസിൽ സെൽ ചെയ്തു. ഓക്കെ, ഞാൻ 4 എണ്ണമാണ് പ്രോഫിറ്റിൽ സെൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആയതുകൊണ്ട് എനിക്ക് 6 ലോസ് വന്ന ട്രേഡിനേക്കാൾ പ്രോഫിറ്റ് എനിക്ക് 4 പ്രോഫിറ്റ് വന്ന ട്രേഡിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് എന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അതായത് എന്റെ ലോസ് 1 രൂപയാണെങ്കിൽ എന്റെ പ്രോഫിറ്റ് എത്രയാണ്? 2 രൂപ. എന്റെ ലോസ് 10 രൂപയാണെങ്കിൽ എന്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 20 രൂപ. അപ്പൊ ഞാനിവിടെ ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ മനസ്സിൽ സെറ്റ് ചെയ്യാണ് 0.5%. ഞാൻ എടുത്തതിന് ശേഷം 0.5% ലോസ് വന്നാൽ, അതായത് ഞാനിവിടെ ഏഷ്യൻ പെയിന്റ്സിന്റെ ഷെയർ ഷോർട്സിൽ ചെയ്യാണ്. ഓക്കെ, ഞാൻ ചെയ്യാന്ന് നിങ്ങൾ ഉദ്ദേശിക്കുക. അപ്പൊ ഞാനിവിടെ ഷോർട്സിൽ ചെയ്യുന്ന സമയത്ത് എന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 0.5%. അതായത് ഞാൻ സെല്ല് ചെയ്തതിന് ശേഷം ഏഷ്യൻ പെയിന്റ്സിന്റെ പ്രൈസ് 0.5% മുകളിലേക്ക് പോയാൽ, അല്ല എന്റെ ലോസ് 0.5% വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് അടിക്കും. ഞാൻ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് അടിക്കും. എന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആയതുകൊണ്ട് തന്നെ 0.5 ആണ് എന്റെ ലോസ് എന്ന് വിചാരിക്കാം. 0.5 എന്നുള്ളത് ഞാൻ എന്റെ എമൗണ്ട് സെറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർസെന്റേജ് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്. ഞാൻ 0.5 ആണ് എന്റെ ലോസ് എന്നുണ്ടെങ്കിൽ എന്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും? എന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1% ആയിരിക്കും. അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 എന്ന് പറയുമ്പോൾ നമ്മുടെ ലോസ് ഒരു രൂപയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എത്ര ആയിരിക്കണം? പ്രോഫിറ്റ് 2 രൂപയായിരിക്കണം. നമ്മുടെ ലോസിന്റെ ഇരട്ടിയാണ് നമ്മുടെ ഇവിടെ പ്രോഫിറ്റ് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാനിവിടെ 0.5 ആണ് ലോസ് വെച്ചിട്ടുള്ളത്. എന്റെ പ്രോഫിറ്റ് എത്രയാണ്? 1%. 1:2 ആണ് എന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ. അപ്പൊ ഈ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ പ്രകാരം ഞാൻ ഇവിടെ ട്രേഡുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ ക്യാപിറ്റൽ 10,000 ആണ്. ഞാൻ 1000 രൂപക്ക് 10 ട്രേഡുകൾ എടുത്തു. ഓക്കെ, ഈ 10 എണ്ണത്തിൽ 6 എണ്ണം എന്ത് സംഭവിച്ചിട്ടുണ്ട്? 6 എണ്ണം ലോസിൽ വിറ്റു. 4 എണ്ണം എന്താ വിറ്റ? പ്രോഫിറ്റിലാണ് വിറ്റുള്ളത്. അപ്പൊ ഞാൻ ഈ ലോസിൽ വിറ്റ സ്റ്റോക്കുകളിൽ എന്റെ ലോസ് അല്ലെങ്കിൽ എന്റെ റിസ്ക് എന്ന് പറയുന്നത് 10% ആണെന്ന് വിചാരിക്കുക. റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആണ്. ഞാൻ എന്റെ ലോസ് സെറ്റ് ചെയ്തിട്ടുള്ളത് 10%. ഓക്കെ, 10% എന്റെ ലോസ്. എന്റെ പ്രോഫിറ്റ് അപ്പൊ എത്രയായിരിക്കും? 10% ലോസ്. അപ്പൊ എന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാന് 1000ന്റെ 10 ട്രേഡുകൾ എടുത്തിട്ടുണ്ട്. ഈ 10 ട്രേഡിൽ 6 എണ്ണം ലോസ് ആണ്. അപ്പൊ 6 ലോസ് എന്ന് പറയുമ്പോൾ 1000ന്റെ 10% എത്രയാണ്? 100 രൂപ. മൊത്തം 6 ട്രേഡുകൾ അങ്ങനെ 100 രൂപ ലോസിൽ ഞാൻ വിറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 100 × 6 600 രൂപ എന്റെ ടോട്ടൽ ലോസ് ആണ്. ഈ 6 ട്രേഡുകളിൽ നിന്ന് എനിക്കുള്ള ലോസ് എത്രയാണ്? 600 രൂപ. ഓക്കെ, എന്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് പറഞ്ഞത് 20%. 1000ന്റെ 20% എത്രയാണ്? 200 രൂപ. ഞാൻ മൊത്തം 4 ട്രേഡുകൾ പ്രോഫിറ്റിൽ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. 6 എണ്ണം ലോസിൽ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ലോസിൽ എക്സിറ്റ് അടിച്ച 6 ട്രേഡുകളിൽ നിന്ന് എനിക്ക് 600 രൂപ ലോസ് ഉണ്ട്. പ്രോഫിറ്റിൽ സെല് ചെയ്തിട്ടുള്ള 4 ട്രേഡുകളിൽ നിന്ന് എനിക്ക് 200 × 4 എത്രയാണ്? 800 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ എന്റെ ലോസ് എത്രയാണ്? 600 രൂപ. എന്റെ പ്രോഫിറ്റ് എത്രയാണ്? 800 രൂപ. ഞാനിവിടെ എന്തൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്? ഞാനിവിടെ 1:2 എങ്കിലും മിനിമം റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഞാൻ പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ട്രേഡ് എടുത്തപ്പോ
10ൽ 6 ട്രേഡ് ഫെയിൽ ആയപ്പോഴും എനിക്ക് ടോട്ടലി എന്താണ് പ്രോഫിറ്റബിൾ ആണ്. അതായത് എന്റെ സ്ട്രാറ്റജി പ്രകാരം 40% വിന്നിംഗ് റേറ്റ് ഉണ്ടെങ്കിൽ പോലും പ്രോഫിറ്റബിളി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഈ പറഞ്ഞിരിക്കുന്ന പൊസിഷൻ സൈസിങ്, റിസ്ക് റിവാർഡ് റേഷ്യോ, ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. പൊസിഷൻ സൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡിലും ഒരേ ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ആരാ ചോദിക്കില്ല? ചോദിക്കോ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരും, ഇത് മനസ്സിലായില്ല. റേഷ്യോ അല്ലേ, റിസ്ക് റേഷ്യോ. അതായത് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ആണെന്ന് വിചാരിക്കുക. 1:2. ഈ 1:2 എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ട്രേഡുകളിൽ നമ്മുടെ ലോസ് 1 രൂപയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എന്തായിരിക്കണം? 2 രൂപ. അതായത് 1:2 ആണല്ലോ. 1 രൂപ ലോസ് ആണെങ്കിൽ 2 രൂപ ആയിരിക്കണം പ്രോഫിറ്റ്. 10 രൂപയാണ് ലോസ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എത്ര വരണം? അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണത്. നമ്മൾ 10 രൂപയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ 10 രൂപ ലോസിലാണ് നമ്മൾ സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റിൽ വരുന്ന ട്രേഡുകൾ എന്ത് ചെയ്യണം? 20 രൂപ പ്രോഫിറ്റിലേ സെല്ല് ചെയ്യാൻ പാടുള്ളൂ. അതായത് ലോസ് 10 രൂപ വന്നാൽ സ്പോട്ടിൽ സെല്ലടിക്കുക. പ്രോഫിറ്റ് എത്ര വരണം? പ്രോഫിറ്റ് 10 രൂപ വന്നാൽ വിൽക്കാൻ പാടുണ്ടോ? ഇല്ല. 15 വന്നാൽ വിൽക്കാൻ പാടുണ്ടോ? ഇല്ല. 20 രൂപ വരുമ്പോൾ മാത്രമേ നമ്മൾ പ്രോഫിറ്റിൽ സെല്ലടിക്കാൻ പാടുള്ളൂ. അതാണ് റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 എന്ന് പറയുന്നത്. 1:2 എന്ന് പറയുമ്പോൾ ലോസ് 1 ആണെങ്കിൽ പ്രോഫിറ്റ് 2, ലോസ് 100 ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര ആയിരിക്കണം? 200 ആയിരിക്കണം. അതായത് ഞാൻ ഇവിടെ 0.5% ലോസ് വന്നിരുന്നെങ്കിൽ സെല്ലടിക്കുമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നില്ല, സ്റ്റോക്കിന്റെ പ്രൈസ് തിരിച്ച് മുകളിലേക്ക് പോയി എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു ലെവൽ എത്തുമ്പോൾ, അതായത് ഈ ഒരു ലെവൽ എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ലോസിൽ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് അടിക്കുന്നതായിരിക്കും. ലോസിൽ ഞാനിത് എക്സിറ്റ് അടിക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഇത് താഴേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ പ്രോഫിറ്റ് വന്നപ്പോ ഈ ഒരു ലെവലിൽ എക്സിറ്റ് അടിച്ചു. അപ്പൊ എനിക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് അടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ റിസ്ക് 1 രൂപയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എത്ര ആയിരിക്കണം? 2 രൂപ. നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ നമ്മൾ 1 രൂപ പ്രോഫിറ്റും 1 രൂപ ലോസും വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 രൂപ ലോസും 1 രൂപ പ്രോഫിറ്റും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി ലോസ് ആയിരിക്കും അത്. ഇപ്പൊ മനസ്സിലായോ രോഹിത് ബ്രോ? മനസ്സിലായി. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ അതിനാണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. പറഞ്ഞു. ഹലോ, ശരി പറഞ്ഞു. നമ്മള് സൈസ് ചെയ്യുമ്പോ മിനിമം എത്ര എണ്ണമായിട്ട് സൈസ് ചെയ്യണം? എങ്ങനെ? നമ്മളിപ്പോ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ അതിനെ 10 ഡിവൈഡ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ 5 മിനിമം 5? ഹലോ, ഞാൻ 10,000 രൂപയ്ക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഞാൻ 5 ഡിവൈഡ് ചെയ്യാറുള്ളത്. 1 lakh ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോ 10 ഡിവൈഡ് ചെയ്യണം. പക്ഷെ 5 ഇന്റർനെറ്റ് ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ നമുക്ക് മാക്സിമം ഒരു ദിവസം കഴിയുള്ളൂ, നമ്മൾ നല്ല പ്രോപ്പർ ആയിട്ട് നോക്കി ചെയ്യുകയാണെങ്കിൽ. കാരണം നമ്മൾ ചാർട്ട് എല്ലാം വരച്ച് സ്റ്റോക്കിൽ ആ ഒരു ലെവലിൽ എത്തുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് 5-10 നമ്മള് സാഹചര്യം പോലെ നമ്മൾ, അതായത് ഇപ്പൊ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റികളിൽ ട്രേഡ് എടുക്കുക, ഒരു ക്വാണ്ടിറ്റി ട്രേഡ് എടുക്കുക, അങ്ങനെ കുറഞ്ഞ ക്വാണ്ടിറ്റികളിൽ ട്രേഡ് എടുത്തുകൊണ്ട് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി ഒക്കെ എടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ സാധിക്കുന്നതാണ്. വലിയ ക്യാപിറ്റൽ നമ്മൾ ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്ത്, കാരണം ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജികൾ മാത്രം നോക്കിയാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കിയിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക? പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെറിയ 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 ഒരു ക്വാണ്ടിറ്റി ഒക്കെ ട്രേഡുകൾ എടുത്ത് നോക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി ആർക്കാ സംശയമുള്ള? അത് പൊസിഷൻ സൈസിങ് ആണല്ല, അത് നമ്മള് ഉള്ള ടോട്ടൽ ക്യാപിറ്റലിന്റെ ബേസ് കിട്ടായിരം. അതായത് ടോട്ടൽ ക്യാപിറ്റലിന്റെ എന്താ വെച്ചാൽ നമ്മളിപ്പോ എത്ര ഉള്ള 2000 ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ അതിനെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ട്രേഡിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ട്രേഡുകളിലും ആ ക്യാപിറ്റൽ യൂസ് ചെയ്യാം. മനസ്സിലായില്ല? അതായത് നമ്മുടെ ക്യാപിറ്റൽ 10,000 വിചാരിക്കാം. അപ്പൊ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ട്രേഡ് 5 ട്രേഡുകളാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ
10,000 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 2,000 രൂപയല്ലേ? അപ്പൊ നമ്മൾ ഓരോ ട്രേഡിലും നമ്മൾ യൂസ് ചെയ്യേണ്ട ക്യാപിറ്റൽ 2,000 ആയിരിക്കണം. അതായത് 2,000 എന്ന് പറയുമ്പോൾ ഇൻട്രാഡേയിൽ നമ്മൾ 2,000 രൂപക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഏഷ്യൻ പെയിന്റ്സ് 2,000 രൂപക്ക് എത്ര എണ്ണം കിട്ടും? 4 എണ്ണം എടുക്കാം. 2,251 രൂപ വരും. 4 ട്രേഡ് എടുക്കുക. ഏഷ്യൻ പെയിന്റ്സിലാണെങ്കിൽ നമുക്ക് എത്ര എടുക്കാം? 4 എണ്ണം എടുക്കാം. പക്ഷെ നമ്മൾ ബൈ ചെയ്യുന്ന ടോട്ടൽ എത്ര രൂപന്റെ ഷെയറാ? 11,250 ഷെയർ ആയിരിക്കും. മനസ്സിലായോ? അത് നമ്മൾ എടുക്കുന്ന നമ്മുടെ ക്യാപിറ്റൽ ഇത്ര ആയിരിക്കണം. നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അല്ലാതെ ഈ ഒരു ട്രേഡഡ് വാല്യൂ നമ്മൾ നോക്കണ്ട. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ, എന്റെ ക്യാപിറ്റൽ ഇപ്പോൾ 1,00,000 ആണെങ്കിൽ ഞാൻ 4 ട്രേഡുകളാണ് എടുക്കണമെന്ന് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഏകദേശം 45 ഷെയർ എടുക്കും ഏഷ്യൻ പെയിന്റ്സിന്റെ. എന്റെ ക്യാപിറ്റൽ 1,00,000 ആണെങ്കിൽ ഞാൻ ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടി ഏഷ്യൻ പെയിന്റ്സ് പരിഗണിക്കുകയാണെങ്കിൽ ഞാൻ 4 ട്രേഡ് എടുക്കുന്നുള്ളെങ്കിൽ 45 ക്വാണ്ടിറ്റി ഏഷ്യൻ പെയിന്റ്സ് എടുക്കും. 45 ക്വാണ്ടിറ്റി എന്റെ ക്യാപിറ്റലിൽ നിന്ന് എത്ര മതി? ഇൻട്രാഡേന്റെ ലിവറേജ് പ്രകാരം നമുക്ക് 25,325 മതി. പക്ഷെ നമ്മൾ എടുക്കുന്ന എത്ര രൂപന്റെ ട്രേഡാ? 1,26,000 രൂപന്റെ ട്രേഡാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് 25,000 രൂപ ക്യാപിറ്റൽ യൂസ് ചെയ്താൽ മതി. നമ്മുടെ ക്യാപിറ്റലിനെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷെയർ ട്രേഡുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഓരോ ട്രേഡുകളിൽ യൂസ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതില് ആ എമൗണ്ട് ഇപ്പൊ അതിലുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യണം. ഓക്കെ. അപ്പോ ഇപ്പൊ 4 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ടിന്റെ ഇപ്പൊ കുറച്ച് മേലെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഇല്ല പറഞ്ഞില്ലേ? ഇല്ല, കുഴപ്പമില്ല. അതായത് നമുക്ക് കറക്റ്റ് എമൗണ്ട് കിട്ടൂലല്ലോ. ഓക്കെ ഓരോ ഷെയറിന്റെ പ്രൈസ് ഡിഫറൻസ് അല്ലേ, ഡിഫറെന്റ് പ്രൈസ് ആ അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓക്കെ ഓക്കെ കറക്റ്റ് ആ സെയിം എമൗണ്ട് കിട്ടൂലല്ലോ. അപ്പൊ ആ ഒരു ഓക്കെ എമൗണ്ടിനോട് ഏറ്റവും അടുത്ത് വരുന്ന എമൗണ്ടിലുള്ള അത്രയും ക്വാണ്ടിറ്റി എടുക്കുക. ഓക്കെ. ഓക്കെ. ഇപ്പൊ ഈ എസ് എൽ ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് എമൗണ്ട് ആണല്ലോ, നമുക്ക് ആദ്യം ഒരു എസ് എല്ലിന് ഒരു എമൗണ്ട്. ഇപ്പൊ എന്റെ 100 ആണെങ്കിൽ ട്രേഡ് റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ലിവറേജ് നോക്കുമ്പോഴത്തേക്ക് അപ്പൊ പൊസിഷൻ സൈസിങ് അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? അതാണ് നമ്മള് ഇതിപ്പോ നമ്മുടെ ക്യാപിറ്റല് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ക്യാപിറ്റൽ 10,000 വിചാരിക്കാം. ആ ആ ആ 10,000. അപ്പൊ നമ്മുടെ പൊസിഷൻ സൈസിങ് പ്രകാരം നമ്മൾ 5 ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിൽ എത്ര ക്യാപിറ്റൽ യൂസ് ചെയ്യാം? 2,000 അല്ലേ? 2,000. ആ അപ്പൊ 2,000 രൂപക്ക് നമുക്ക് എത്ര ഷെയർ കിട്ടും നോക്കിയാൽ മതി. 2,000 രൂപക്ക് ഏഷ്യൻ പെയിന്റ്സ് എത്ര എണ്ണം കിട്ടും? 4 എണ്ണം കിട്ടും. നോക്കിയാൽ മതി. ഇവിടെ കാണിക്കുന്ന റിപ്പയർഡ് ഫണ്ട് കണ്ടോ? ആ ആ അപ്പൊ നമ്മൾ എസ് എൽ സെറ്റ് ചെയ്യുമ്പോ അപ്പൊ എങ്ങനെയായിരിക്കും? എസ് എൽ നമ്മൾ എടുക്കുന്ന ഷെയറിന്റെ പ്രൈസ് നോക്കിയാൽ മതി. പ്രൈസ്, ആ എടുക്കുന്ന പ്രൈസിൽ നിന്നുള്ള, അതായത് ഇപ്പൊ നമ്മൾ 0.5 1% ആണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പ്രൈസിൽ നിന്നാണ് നമ്മൾ എസ് എല്ലും ടാർഗറ്റും സെറ്റ് ചെയ്യേണ്ടത്. ആ ആ ആ ആ ആ സ്റ്റോക്കിന്റെ പ്രൈസ് നമ്മളിപ്പോ ഇപ്പൊ 2,840 ഞാൻ സ്റ്റോക്ക് ഷോർട്ട് സെൽ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ 2,840 നിന്നാണ് ഞാൻ എന്റെ സ്റ്റോപ്പ് ലോസും എന്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ആ ആ ആ ആ അല്ലാതെ നമ്മൾ എടുത്തിരിക്കുന്ന ക്യാപിറ്റലുമായി ബന്ധമില്ല. ഈ സ്റ്റോക്കിന്റെ പ്രൈസുമായിട്ട് അതിന് ബന്ധമുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ സ്റ്റോപ്പ് ലോസിന്റെ ഒരു എമൗണ്ട് സെറ്റ് ചെയ്യുമല്ലോ, ആ എമൗണ്ട് ഇപ്പൊ വന്ന് എസ് എൽ ഹിറ്റ് ആവുകയാണെങ്കിൽ കറക്റ്റ് 100 രൂപയിൽ നിൽക്കണ്ടേ അപ്പൊ നമുക്ക്? അല്ലല്ല, 100 രൂപയല്ല, പെർസെന്റേജ് നോക്കിയാൽ നമ്മൾ അവിടെ ഓക്കെ 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 പെർസെന്റേജ്, ഓക്കെ. അതായത് നമ്മൾ എമൗണ്ട് ആ സെറ്റ് ആ ചെയ്താൽ കറക്റ്റ് വരാൻ ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അതായത് ആ റിസ്ക് അത് എത്രയാണ് റിസ്ക് വരുന്നത് അതിന്റെ ഇൻറ്റു 2 എടുക്കണം അതെ അതെ, ടാർഗറ്റ്. അതിന്റെ ഇരട്ടി ടാർഗറ്റ് വെക്കുക. ഇപ്പൊ 0.3 ആണെങ്കിൽ 0.6 നമ്മൾ ടാർഗറ്റ് വെക്കുക. മിനിമം 0.6 ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം. ഹലോ. ആ പറഞ്ഞോ. ഇതിപ്പം മറ്റേ IPO ഫണ്ട് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് പേയ്മെന്റ് ചെയ്തോ? പേയ്മെന്റ് ചെയ്ത് ഇപ്പൊ റിക്വസ്റ്റ് വന്നപ്പോ. അപ്പൊ ഇനി അത് നാളെ നമുക്ക് അറിയാൻ സാധിക്കും കിട്ടിയോ ഇല്ലേ എന്നുള്ളത്. അതായത് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ അർത്ഥം. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ബ്ലോക്ക് എന്ന് കാണിക്കുന്നത്. ഓക്കെ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇന്ന് പഠിപ്പിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ഉണ്ടല്ലോ, അതായത് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൊസിഷൻ സൈസിങ്ങും അതുപോലെ തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോയും, അതിന് പുറമെ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന പ്രൈസ് ആക്ഷൻ ടൂളുകൾ, സപ്പോർട്ടും റെസിസ്റ്റൻസും പിവറ്റ് പോയിന്റും
അതിന് പുറമെ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് ഇങ്ങനെയുള്ള സ്ട്രാറ്റജികളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ട്രേഡുകൾ എടുത്ത് നോക്കാം. നിങ്ങൾ ഒരിക്കലും വലിയ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കരുത്. ചെറിയ 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 ക്യാപിറ്റൽ മാക്സിമം വൺ ക്വാണ്ടിറ്റി ഒക്കെ ഒരു ക്വാണ്ടിറ്റി മാത്രം എടുത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ ട്രേഡുകൾ എടുക്കാം. ഇപ്പൊ നിങ്ങൾ പ്രോഫിറ്റിന്റെ പിന്നാലെ പോകരുത്. ഇപ്പൊ നിങ്ങൾ പഠിച്ചെടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജികൾ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ട്രേഡുകൾ എടുക്കാവുന്നതാണ്. ജസ്റ്റ് വൺ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ എടുത്തു നോക്കാൻ പാടുള്ളൂ. നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ മെത്തേഡുകളാണ് പഠിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ക്രൈറ്റീരിയസ്. നമുക്ക് പല രീതിയിലുള്ള പല ചാർട്ട് പാറ്റേൺസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ചാർട്ട് പാറ്റേൺസ് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ എന്താന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നോട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താ, നിങ്ങൾക്ക് ഒരു ടാസ്ക് തരികയാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ജസ്റ്റ് ചെറിയ ചെറിയ ക്വാണ്ടിറ്റികൾ ട്രേഡ് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് റിയൽ മണി യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ ഒരു വെബ്സൈറ്റ് പറഞ്ഞു തന്നിരുന്നു. വെബ്സൈറ്റ് അല്ല, ആപ്ലിക്കേഷൻ ഉണ്ട്, ഫ്രണ്ട് പേജ്. ഈ ഫ്രണ്ട് പേജ് എന്നുള്ള ആപ്ലിക്കേഷനിൽ നമുക്ക് പേപ്പർ ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അയച്ചു തരാം, എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വഴി ട്രേഡുകൾ എടുക്കാൻ സാധിക്കും. അതായത് ഈ ക്ലാസ് കേൾക്കുന്നതിൽ ആർക്കെങ്കിലും പേപ്പർ ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ ട്രേഡിംഗ് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പേപ്പർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് വിർച്വൽ ക്യാപിറ്റൽ 10 ലക്ഷം വിർച്വൽ ക്യാപിറ്റൽ യൂസ് ചെയ്ത് നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കും. നമുക്ക് റിയൽ മാർക്കറ്റിലുള്ള പ്രൈസ് മൂവ്മെന്റ്സ് തന്നെ ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഫ്രണ്ട് പേജ് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഇതാണ് ഫ്രണ്ട് പേജ് എന്ന ആപ്ലിക്കേഷൻ. ഈ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഫ്രണ്ട് പേജ്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡുകൾ ഫ്രീ ആയിട്ടല്ല നമുക്ക് പേപ്പർ ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. അതായത് പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യണം. ഇൻട്രാഡേ ട്രേഡിംഗിൽ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക. റിയൽ മാർക്കറ്റിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വിർച്വൽ മാർക്കറ്റിലാണെങ്കിൽ പേപ്പർ ട്രേഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ക്യാപിറ്റൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. 10 ലക്ഷം വരെ ക്യാപിറ്റൽ ആ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. പേപ്പർ ട്രേഡിംഗ് ചെയ്യാനുള്ള ക്യാഷ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിയൽ മാർക്കറ്റിലുള്ള സ്റ്റോക്കിന്റെ സെയിം പ്രൈസ് മൂവ്മെന്റ് നമുക്ക് ഈ ആപ്ലിക്കേഷനിലും ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇപ്പൊ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ സ്റ്റോക്ക് റിയൽ മാർക്കറ്റിൽ എടുക്കുന്നതും പേപ്പർ ട്രേഡിംഗിൽ എടുക്കുന്നതും പ്രൈസ് മൂവ്മെന്റ്സ് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. നമ്മുടെ സെക്ഷൻ ഇന്ന് നമ്മൾ ഇത്രയും പഠിപ്പിക്കുന്നുള്ളൂ. ഈ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാവുന്നതാണ്. നമുക്ക് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഐപിഒയുടെ ഒരു ചോദിക്കട്ടെ. എങ്ങനെയാ? ഐപിഒയുടെ ഇത് വന്നില്ല, കൺഫർമേ അല്ലത് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നില്ലേ? റിക്വസ്റ്റ് വന്നില്ലേ? ഇല്ല. എന്നാ റിക്വസ്റ്റ് കൊടുത്തേ? ഇന്നലെ രാവിലെ. അത് ഇന്ന് 5 മണിക്ക് മുമ്പായിട്ട് വരും. ഏത് ആപ്ലിക്കേഷൻ ആണോ നോക്കി? ഗൂഗിൾ പേ ആണോ, ഫോൺ പേ ആണോ, പേടിഎം ആണോ, ഏതാ കൊടുത്തേ? ഗൂഗിൾ പേ. ഓക്കെ, അത് റിക്വസ്റ്റ് വന്നോളും. ഓക്കെ, വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ റെക്കോർഡ് ഞാൻ അയച്ചുതരാം. ഞാൻ റെക്കോർഡ് സേവ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് അയച്ചുതരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഹലോ സാർ, ഞാൻ അയച്ചെന്നാ മറ്റേ ലൈന് വരച്ചുണ്ടല്ലോ, അത് ഓക്കെ ആണോന്ന് നോക്കിയിട്ടില്ല. അതെ, നോക്കിയിട്ടില്ല. അതും മറ്റേ രണ്ടും വെച്ച് നോക്കുമ്പോഴല്ല, അതായത് ഓപ്പൺ ഇതിന്റെ ഹൈ ലോ വെച്ച് നമുക്ക് അതുകൂടി പരിഗണിച്ചുകൊണ്ട് ട്രേഡുകൾ എടുക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. അതെ. അപ്പൊ ഇത് ഞാൻ വരച്ചത് കറക്റ്റ് ആണെന്ന് ജസ്റ്റ് നോക്കണം. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, ശരി.